ജമാഅത്തെ ഇസ്ലാമിയുടെ ന്യായമാണത്. ജമാഅത്തെ ഇസ്ലാമിയാണ്. അവരതേ നിലപാട് സ്വീകരിച്ചു പോകുന്നവരാണ്. ഒരേ നിലപാടാണ് ഇവർക്ക് എല്ലാവർക്കും ഉള്ളത്. എങ്ങനെയാണ് അവരെ അംഗീകരിക്കാൻ കഴിഞ്ഞത്? SDPI ആരാണെന്ന് പ്രത്യേകം പറയേണ്ടതുണ്ടോ? എങ്ങനെയാണ് ഇത്തരം തീവ്രവാദ വിഭാഗങ്ങളെ അംഗീകരിച്ചു പോകാൻ കഴിയുന്നത്? ഇതെവിടെയാണ് എത്തിക്കുക? കോൺഗ്രസിന്റെ അനുഭവം നിങ്ങൾ കാണുന്നില്ലേ? കോൺഗ്രസിന്റെ അനുഭവമാണല്ലോ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങള് കോൺഗ്രസ് അണികൾ BJPയിലേക്ക് എത്തിക്കുന്നതിനിടയാക്കിയത്. ഒരുപാട് നേതാക്കളടക്കമല്ലേ പോകുന്നത്. ഇവിടെ തന്നെയുള്ള കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങളില്ലേ, അതിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല എന്ന് മാത്രം. എല്ലാം നിങ്ങളെ കൺമുന്നിലില്ലേ? കോൺഗ്രസിന്റെ അതേ രീതി നിങ്ങളും മറ്റൊരു രീതിയിൽ പകർത്തുകയല്ലേ? കോൺഗ്രസിന്റെ കൂടെ നിന്ന് കോലീബി സഖ്യം പ്രാവർത്തികമാക്കാൻ സഹകരിച്ചവരാണ് നിങ്ങൾ. ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന വർഗീയ ശക്തികളെയും ഒന്നിച്ചു നിർത്താനല്ലേ നോക്കുന്നത്? ആത്യന്തികമായി നിങ്ങൾക്കത് ഗുണമാണോ ചെയ്യുക? ഒരു പാർട്ടി എന്ന നിലക്ക് നിങ്ങൾക്ക് ഗുണമാണോ ചെയ്യുക? തെരഞ്ഞെടുപ്പിലെ ജയവും പരാജയവുമല്ല, നാടിന്റെ ഭാവിയെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. നാടിന്റെ ഭാവിക്ക് അത് ഗുണകരമാണോ? വർഗീയത ശക്തിപ്പെടുന്നത് നാടിന്റെ ഭാവിക്ക് ഗുണകരമാണോ?